നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ചരിത്ര അവശേഷിപ്പുകളുടെ കൗതുക കാഴ്ചകൾ തേടി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഒരുപ്പുറം എന്ന ഗ്രാമപ്രദേശത്തേക്കാണ്. ചരിത്ര സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന തട്ടയിൽ ദേശത്തിന്റെ തിലകക്കുറിയായി നിൽക്കുന്ന തട്ടയിൽ ഒരുപ്പുറം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലൂടെയാണ് ഞങ്ങൾ ഇന്ന് യാത്ര തുടരുന്നത്. പാരമ്പര്യ കൃഷിരീതികൾ നടത്തിവരുന്ന ഒരു ജനസമൂഹം ഈ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളിത്തട്ടുകളുടെയും ചുവടുതാങ്ങിയുടെയും നാട്ടുവഴികളുടെയും കാഴ്ചകൾ മൺമറഞ്ഞുപോയ രാജവാഴ്ചയുടെ പ്രൗഢഗംഭീരമായ ഓർമ്മകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും. നൂറ്റാണ്ടുകളുടെ കാർഷിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ ഈ തട്ട പ്രദേശം. ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന കുറേ ആളുകൾ ഇവിടെയുണ്ട്. അത് ഈ നാടിൻ്റെ ഭാഗ്യമാണ്, സുഹൃതമാണ്. ഈ ഒരിപ്പുറത്ത് ദേവീ ക്ഷേത്രം പണ്ട് തുമ്പവൻ വടക്കനാഥനുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരു പ്രദേശമായിരുന്നു. വടക്കനാഥിൻ്റെ 8 കരകൾ ഒന്നായിരുന്നു തട്ട. വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ പരിസമാപ്തിയിൽ ഇവിടെ മീനഭരണി ഈ തട്ടയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. അന്ന് വലിയ തേരുകളും കാളകളും ഒക്കെയായിട്ട് വമ്പൻ കെട്ടുകാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. ഈ കളത്തട്ടുകളെന്ന് പറഞ്ഞാൽ രാജഭരണകാലത്ത് ഈ ആളുകൾക്ക് വന്നിരിക്കാനും സാഹിത്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിരുന്നു ഈ കളത്തട്ട്. ഒരു 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ച ഒരു കളത്തട്ടാണ്. ഇത് അടൂർ താലൂക്കില് തട്ട പ്രദേശത്ത് പന്തളം തെക്കേക്കര പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രവും കളത്തട്ടും സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുരാതനമായ ചുമടുതാങ്ങിയുണ്ട്. അത് ഒരു 3-4 നൂറ്റാണ്ടോളം അതിന് പഴക്കമുണ്ട്. ഇപ്പോഴും അതിവിടെ നിലനിൽക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ആളുകൾ നടന്നു വരുമ്പോൾ വിശ്രമിക്കാനും മറ്റും ചുമടിറക്കി വെച്ചിട്ട് കളത്തട്ടി വന്നിരിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു രാജഭരണകാലത്ത് ഇവിടെ ചുമടുതാങ്ങി സ്ഥാപിച്ചിരുന്നത്.